മാതൃഭൂമി ന്യൂസ് സംഘം ഫരീദാബാദിൽ സ്ഫോടനത്തിന്റെ ആസൂത്രണം നടന്ന അൽഫല സർവകലാശാലയിൽ അന്വേഷണ ഏജൻസികൾ പരിശോധന തുടരുന്നുണ്ട്. ഭീകര സംഘത്തിലെ ഡോക്ടർമാർ പഠിപ്പിച്ചിരുന്ന വിദ്യാർത്ഥികളെ വിശദമായി ചോദ്യം ചെയ്തേക്കും. അതോടൊപ്പം ഈ സർവകലാശാലയ്ക്ക് അകത്തുള്ള പള്ളിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത മൗലവി ഇഷ്തിയാഖിനെ ജമ്മുവിലേക്ക് കൊണ്ടുപോയി. ഗ്രൗണ്ട് സീറോയിൽ നിന്നും അർജുൻ പീതാംബരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചെങ്കോട്ടയ്ക്ക് സമീപത്ത് പൊട്ടിത്തെറിച്ച ഹുണ്ടായി i20 കാർ കഴിഞ്ഞ കുറേ കാലമായി സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് ഫരീദാബാദിലെ ദൗജിലുള്ള അൽഫല സർവകലാശാല. അതുമാത്രമല്ല, ഫരീദാബാദ് പുൽവാമ ഭീകര സംഘത്തിൻ്റെ ഒളിത്താവളം കൂടിയായിരുന്നു. ഒക്ടോബർ 29-ാം തീയതി വാങ്ങിയ ആ കാർ പിന്നീട് 2 ആഴ്ചക്കാലം സൂക്ഷിച്ചിരുന്ന ഇടമാണ് ഈ കാണുന്നത്. അൽഫല സർവകലാശാല. ഇവിടുത്തെ പാർക്കിങ്ങിൽ ആ കാർ കിടപ്പുണ്ടായിരുന്നു. നവംബർ 10-ാം തീയതി തൻ്റെ സുഹൃത്തുക്കളും പിടിയിലായി എന്നുള്ള വിവരം അറിഞ്ഞ് തനിക്ക് പിന്നാലെയും പോലീസുണ്ട് എന്നുള്ള കാര്യം ഡോക്ടർ ഉമർ ഗുലാം നബി മനസ്സിലാക്കുന്നു. പിന്നീട് ഇവിടെ നിന്നും രക്ഷപ്പെടാനാണ് ആ കാർ പുറത്തേക്ക് എടുക്കുന്നത്. നേരെ പോയത് ഡൽഹിയിലേക്ക്. ആദ്യഘട്ടത്തിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റായിരുന്നു. ഇവിടെ ഡോക്ടർ മുസമിൽ ജൂനിയർ ഡോക്ടറായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിനു പുറമെ ഈ സംഘത്തിലെ മറ്റ് 2 കണ്ണികൾ, പ്രധാനപ്പെട്ട കണ്ണികൾ, വനിതാ ഡോക്ടറായിട്ടുള്ള ഷഹീൻ, അതുപോലെ പൊട്ടിത്തെറിച്ച് മരിച്ചു എന്ന് കരുതപ്പെടുന്ന ഡോക്ടർ ഉമർ ഗുലാം നബി, ഇവർ 2 പേരും അധ്യാപകരായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ജമ്മു പോലീസും അതുപോലെ ഫരീദാബാദ് പോലീസും ഇവിടെ എത്തി വിദ്യാർത്ഥികളെയും സഹപ്രവർത്തകരെയും ചോദ്യം ചെയ്തു. ഏകദേശം 52 പേരെയാണ് ചോദ്യം ചെയ്തത്. അതിൽ തന്നെ 6 പേരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. എന്തായാലും അവരെ എല്ലാവരും വിട്ടയച്ചു. അതിനുശേഷം മൗലവി ഇഷ്തിയാഖിനെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ ജമ്മുവിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. സർവകലാശാലയ്ക്ക് 4 കിലോമീറ്റർ അപ്പുറത്തായി ഈ ഡോക്ടർ മുസമിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്തിരുന്നു. അവിടെയാണ് വലിയ തോതിൽ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും എല്ലാം തന്നെ ശേഖരിച്ചു കൊണ്ടിരുന്നത്. ഇതാണ് ഡോക്ടർ മുസമിൽ 2 മാസം മുമ്പ് വാടകയ്ക്കെടുത്ത് താമസിച്ചിരുന്ന വീട്. ഇവിടെ വലിയ തോതിൽ അമോണിയം നൈട്രേറ്റിൻ്റെ ശേഖരം ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ജമ്മു കാശ്മീർ പോലീസ് വന്ന് കണ്ടെടുത്തിട്ടുമുണ്ട്. ഈ കാണുന്ന മുറിയിലാണ് വലിയ തോതിൽ ഏകദേശം 2600 കിലോ അമോണിയം നൈട്രേറ്റ് അത് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ഈ അൽഫല ആശുപത്രിയിൽ റെയ്ഡ് നടന്നപ്പോൾ തന്നെയാണ് പോലീസ് ഇവിടെയും എത്തി ഈ അമോണിയം നൈട്രേറ്റ് എല്ലാം തന്നെ ശേഖരിച്ചത്. ഇത് ചെറിയൊരു വീടാണ്. മാത്രമല്ല, ഫത്തേപൂർ ധാഗ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അൽഫല ആശുപത്രിയിൽ നിന്നും ഏകദേശം 4.5 കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടേക്ക് ദൂരമുള്ളത്. ഇവിടെയും ഈ ഫരീദാബാദ് അതുപോലെ പുൽവാമ ഭീകര സംഘത്തിലെ കണ്ണികൾ കുറച്ചു നാൾ താമസിച്ചിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമായിട്ടും ഈ റെഡ് ഫോർട്ടിലെ സ്ഫോടനം അത് ഓപ്പറേഷൻ സിന്ദൂറിനുള്ള മറുപടിയാണെന്നുള്ള സംശയം കൂടി നിലവിൽ കണക്കാക്കപ്പെടുന്നുണ്ട്. അതായത് ഭവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം തകർത്തതിന് പകരം ചോദിച്ചതാണ് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ എന്തായാലും സംശയം ഉള്ളത്. മാത്രമല്ല, അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും അന്വേഷണങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും വെപ്പാളത്തിൽ തന്നെയാണ് ഈ പറയുന്ന ഡോക്ടർ ഉമർ അവിടെ സ്ഫോടനം നടത്തിയത്.